ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് മെയിനായിട്ട് കുക്കിംഗ് അറിയാത്തവർക്കും അതുപോലെ ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കറി. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. അതിനുശേഷം ചൂടായി വന്നാൽ ഞാൻ അത്യാവശ്യം വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വാടാൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ നന്നായി വാടിയിട്ട് വന്നോളും. അതിനുശേഷം അടപ്പ് തുറന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ടൈം ഒരുപാട് ലാഭിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 4-5 വെളുത്തുള്ളി ചതച്ചത് ഇവിടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ 2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് മുട്ടയാണ് ചേർക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് മുട്ട അതുപോലെ തന്നെ പൊട്ടിച്ചിട്ട് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 മുട്ട മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ സിമ്മ് കുറച്ചൊന്ന് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം ഇപ്പോഴാണ് തുറന്നിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു മുട്ടയൊക്കെ ഇതിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ മുട്ടയും കൂടെ ആ രീതിയിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. പൊട്ടിപ്പോവാതെ വേണം ചെയ്യാൻ. നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ മുട്ട നല്ലോണം ഇതുപോലെ തന്നെ മിക്സാക്കിയിട്ടും ഈ ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ്